കാസർഗോഡ് EVM തട്ടിപ്പിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം. തട്ടിപ്പ് ആരോപണം നിഷേധിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് UDF ചെയർമാൻ പറഞ്ഞെന്നും രമേശ് ചെന്നിത്തല. തൊട്ട് പിന്നാലെ പരാതി നൽകി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. അങ്ങനെ ഒരു സംഭവം നടന്നോ എന്ന് അന്വേഷിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എന്നോട് UDF ചെയർമാൻ ഗോവിന്ദൻ നായർ എന്നോട് പറഞ്ഞത്. അങ്ങനെ അവിടെ ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. ആരെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. പക്ഷെ അതൊന്നും എൻ്റെ ശ്രദ്ധയെ വരാത്തൊരു കാര്യം. പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് MP ഹോം മിനിസ്റ്റർക്ക് പരാതി കൈമാറുകയാണ്. അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെങ്കിൽ ആരോപണം മാധ്യമങ്ങൾ കൊടുത്തവരെ പിടിക്കണം. ഇത് ശരിയാണെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയം അന്വേഷിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുക്കും. സിജു കണ്ണനാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. സിജു, ഈ EVM തട്ടിപ്പ് ആരോപണം രമേശ് ചെന്നിത്തല നിഷേധിച്ച അതേ വേദിയിൽ തന്നെയാണ് ഇതാ മന്ത്രിക്ക് അതിനുള്ള മറുപടി പരാതിയായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP നൽകുന്നതും. എന്താണ് കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളാണോ? അക്ഷയ്, കാസർഗോഡ് UDF-നകത്ത് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന EVM ഹാക്കിംഗ് തട്ടിപ്പ് വിഷയത്തിൽ ഇന്ന് നാടകീയമായ സംഭവമാണ് നടന്നത്. കാസർഗോഡ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് വന്നിരുന്നു. എന്നാൽ ഈ EVM ഹാക്കിംഗുമായി ബന്ധപ്പെട്ട ചോദ്യം രമേശ് ചെന്നിത്തല പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നായിരുന്നു UDF ചെയർമാൻ പറഞ്ഞത് എന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതേസമയം തന്നെ തൊട്ടടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉണ്ടായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉടൻ തന്നെ ഇടപെട്ടു. EVM ഹാക്കിംഗ് വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട തത്സമയം തന്നെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് രേഖാമൂലം ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണമാണെങ്കിലും നടന്ന സംഭവമാണെങ്കിലും അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെടുന്നത്. ഏതായാലും നാടകീയമായ സംഭവമാണ് ഇന്ന് നടന്നത്. നേരത്തെ തന്നെ ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് തീർക്കേണ്ടതല്ലെന്നും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും താൻ പരാതി നൽകുമെന്നും പറഞ്ഞുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന UDF യോഗത്തിലാണ് വലിയ വിവാദം ഉയർന്നു വന്നത്. മുസ്ലിം ലീഗ് നേതാക്കളാണ് EVM ഹാക്കിംഗ് നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പുവരുത്താമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാസർകോട്ടെ 3 മണ്ഡലങ്ങളിൽ 40 ലക്ഷം രൂപ വീതം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയെന്ന് പറഞ്ഞത്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമ മണ്ഡലങ്ങളിലായിരുന്നു EVM ഹാക്കിംഗ് തട്ടിപ്പ് വിവാദത്തിൽ ഉൾപ്പെട്ടത്. ഇതിൽ കാസർഗോഡ് നിന്നും ഉദുമയിൽ നിന്നും 40 ലക്ഷം രൂപ വീതം കൈമാറി എന്ന ഒരു പരാതിയും മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ മുൻ വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായ കോൺഗ്രസ് നേതാവ് PM ജമാൽ തനിക്കെതിരെ അടിസ്ഥാന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായി കാണിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും കാസർഗോഡ് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി EVM ഹാക്കിംഗ് തട്ടിപ്പ് മാറുന്നു. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നത ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ ഉണ്ണിത്താനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ട തരത്തിലുള്ള ആരോപണമാണ്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഇല്ലാതാക്കുന്നതാണ്. ഇത്തരത്തിൽ ഇതിന് പിന്നിൽ ദുരൂഹത നീക്കണം എന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ CPIM രംഗത്ത് വന്നിട്ടുണ്ട്.